ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോ തൊട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ മരത്താക്കര നമ്മുടെ ഷോറൂമിലാണ്, മെഷീൻ ഹബിലാണ് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ മെഷീൻസ് എല്ലാം തന്നെ പരിചയപ്പെടുത്തി തരലാണ് ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ മെഷീൻസ് ആയിട്ട് നമുക്ക് നോക്കാന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മെഷീൻ എന്ന് വെച്ചാൽ ഡ്രയറാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓരോരോ ഡ്രയറുകൾ വരുന്നത്. ഇത് 3 വേരിയന്റ് വരുന്ന ഡ്രയറുകളാണ്. ഇതാണ് നമ്മുടെ ഏറ്റവും കുഞ്ഞൻ മെഷീൻ വരുന്നത്. ഡ്രയറുകളിൽ ഒരു 3 തട്ടിന്റെ ഏറ്റവും കുഞ്ഞൻ ബേസ് മോഡൽ മെഷീനാണ്. ഇതിൽ നമുക്ക് നാളികേരം, ജാതിപത്രി അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണക്കാനായിട്ട് പറ്റുന്നൊരു മെഷീനാണ്. ഇതിൽ ട്രേസ് വരുന്നത് മൈൽഡ് സ്റ്റീൽ ട്രേസ് ആണ് വരുന്നത്, സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ല. നമുക്ക് ഇതിൽ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേസ് വരുന്നുണ്ട്. നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമുക്ക് ചെയ്ത് നൽകാനായിട്ട് പറ്റുന്നതാണ്. ഇതിൽ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവിധ സാധനങ്ങളും ഉണക്കിയെടുക്കാനായിട്ട് പറ്റും. പച്ചക്കറികൾ, പഴങ്ങൾ, മീൻ, ഇറച്ചി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ 3 തട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരെ 5 തട്ടിൻ്റെയാണ്. ഇതാണ് നമ്മുടെ 5 തട്ടിൻ്റെ മെഷീൻ വരുന്നത്. ഇത് ഫുൾ ബോഡി സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്ന മെഷീനാണ്. നമുക്ക് അവിടെ കണ്ട പോലെ തന്നെയുള്ള നോർമൽ മെഷീൻ നമ്മൾ ഈ സൈസിൽ വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഫുൾ ബോഡിയാണ് ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ളത്. ഇതിന്റെ മുകളിൽ കുറച്ച് പ്രൊഡക്ട്സ് വരുന്നുണ്ട്. ഇത് നമ്മുടെ മെഷീനിൽ ഡ്രൈ ചെയ്തെടുത്തിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. ഇത് നമുക്ക് ഓരോന്ന് കാണാം. ഇതിപ്പോൾ ക്യാരറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നെല്ലിക്ക വരുന്നുണ്ട്, ആപ്പിൾ വരുന്നുണ്ട്, പച്ചക്കായ വരുന്നുണ്ട്. ഇതൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള കുന്നങ്കായയുടെ പൊടിയില് അത് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ കായ നമ്മുടെ ഈ ഡ്രയറിൽ ചുണക്കി പൊടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പൊടിയൊക്കെ എടുക്കാനായിട്ട് പറ്റുന്നതാണ്. കുട്ടികൾക്ക് അടിപൊളിയൊരു സംഭവമാണ്. അതുപോലെ തന്നെ പിന്നെ വരുന്നത് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് വരുന്നുണ്ട്, പിന്നെ പഴം, അതുപോലെ തന്നെ നമ്മുടെ സവാള വരുന്നുണ്ട്. സവാളയുടെ ക്വാളിറ്റി നമുക്ക് കാണാന്നുള്ളതാണ്. അതേ ക്വാളിറ്റിയിൽ നമുക്ക് ഇതേപോലെ നല്ല രീതിയിൽ ഡ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഫ്രൂട്ട്സിൽ നമുക്ക് പൈനാപ്പിൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കൊള്ളി ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. നമുക്കിവിടെ കാണാം, നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുള്ള കൊള്ളി ഉണക്കിയെടുത്തിട്ടുള്ളത് കാണാം. ഇതേപോലെ നമുക്ക് എല്ലാവിധ സാധനങ്ങളും ഉണക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പം മീനായാലും ഇറച്ചിയായാലും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ഈ മെഷീനിൽ വെച്ചിട്ട് ഉണക്കി ഡ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇതിപ്പോൾ 5 തട്ടിൻ്റെ മെഷീനാണ് വരുന്നത്. ഫുൾ ബോഡി സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്നതാണ്. നമുക്ക് ഇതിൽ തന്നെ ഇനി ബോഡി വേണമെങ്കിൽ ഇരുമ്പിൽ ചെയ്യാം. അതൊക്കെ കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഓരോ ഡ്രയറുകളും ഉണ്ടാക്കി നൽകുന്നത്. 5 തട്ട് കഴിഞ്ഞാൽ പിന്നെ തൊട്ടപ്പുറത്ത് വരുന്നത് 7 തട്ടിൻ്റെയാണ്. നമുക്കിവിടെ കാണാം. ഇതിൽ നമ്മുടെ ഉള്ളിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേസ് ആണ് വെച്ചിരിക്കുന്നത്. ബോഡി വരുന്നത് നമ്മുടെ നോർമൽ ഹൈലറ്റിന്റെ ബോഡിയാണ് വരുന്നത്. നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഇരുമ്പിന്റെ ബോഡിയിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേസ് വരുന്ന മോഡലും ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇതിൽ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേസ് ആണ് വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ട്രാൻഡ് ഒരു സൈസ് വരിക. അത്യാവശ്യം ഒരു നല്ല സൈസ് വരുന്നുണ്ട്. 304 ഫുഡ് ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത്. ആയതുകൊണ്ട് തന്നെ എല്ലാവിധ സാധനങ്ങളും നല്ല ക്വാളിറ്റിയിൽ ഡ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ മെഷീൻ വരുന്നത്. നമ്മളിവിടെ മെയിനായിട്ടും ഓയിൽ മില്ല്, ഫ്ലവർ മില്ല്, പാക്കിംഗ് മെഷീൻസ് ആണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ ഡ്രയർ ഓയിൽ മില്ലിലേക്കും ഫ്ലവർ മില്ലിലേക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ്. ഓയിൽ മില്ലിലേക്ക് ആണെങ്കിൽ നാളികേരം ഉണക്കാനായിട്ടും, അതുപോലെ തന്നെ ഫ്ലവർ മില്ലിലേക്ക് ആണെങ്കിൽ മുളകും മല്ലി സംഭവങ്ങളൊക്കെ ഉണക്കാനായിട്ടും അടിപൊളി ഒരു മെഷീനാണ് നമ്മുടെ ഡ്രയർ വരുന്നത്. അതുപോലെ തന്നെ വീട്ടാവശ്യങ്ങൾക്കും, ഇപ്പോൾ വീട്ടിലിപ്പോൾ ജാതിക്ക് ഉണക്കാനോ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണക്കണമെന്നുണ്ടെങ്കിൽ വീട്ടാവശ്യങ്ങൾക്കും ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന കുഞ്ഞൻ മെഷീൻസ് നമ്മുടെ അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഓയിൽ മില്ല് നടത്തുന്നവരാണെങ്കിൽ ഓയിൽ മില്ലുകാർക്ക് പറ്റിയിട്ടുള്ള അടിപൊളി ഒരു ബൾക്ക് ഡ്രയർ വരുന്നുണ്ട്. അതിൽ നമുക്ക് നാളികേരം കൂട്ടിയിട്ട് ഉണക്കാനായിട്ട് പറ്റുന്നതാണ്. അതാണ് നമ്മുടെ ബൾക്ക് ഡ്രയർ വരുന്നത്. അപ്പോൾ നമ്മളുടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടില്ല. നമ്മുടെ അവിടെ 1000-ൻ്റെയും 500-ൻ്റെയും 1500-ൻ്റെ ഒക്കെ കപ്പാസിറ്റി വരുന്ന ബൾക്ക് ഡ്രയർ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസ് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തേക്കാന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇനി അടുത്ത മെഷീൻ വരുന്നത് നമുക്കൊരു ഓയിൽ മില്ലിലേക്ക് ആണെങ്കിൽ അടുത്ത മെഷീൻ വരാം. ഇപ്പോൾ ഡ്രയറിലാണെങ്കിൽ നാളികേരം ഉണക്കി കഴിഞ്ഞാൽ കൊപ്രയാക്കി വരും. കൊപ്രയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ കൊപ്ര കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കൊപ്ര കട്ടർ മെഷീനാണ് നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓയിൽ മില്ലിക്ക് വേണ്ടിയിട്ടുള്ള അടുത്ത മെഷീൻ വരുന്നത്. അപ്പം നമ്മൾ നാളികേരം ഡ്രയർ വെച്ച് ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് കൊപ്ര ആക്കി കഴിഞ്ഞാൽ കൊപ്ര കട്ട് ചെയ്തെടുക്കണം. അപ്പം അതിന് പറ്റിയിട്ടുള്ള അടിപൊളി ഒരു മെഷീനാണ് ഇത് വരുന്നത്. ഇത് 2 HP ആണ് ഇതിൻ്റെ മോട്ടർ വരുന്നത്. ഇതിൽ നമുക്ക് ഇതിൽ കണ്ടിന്യൂസ് ആയിട്ട് കൊപ്ര കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അടിപൊളി ഒരു മെഷീനാണ്. നല്ല ക്വാളിറ്റി ഇരുമ്പിൽ ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ മെഷീനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നാനോ എക്സ്പെല്ലറുകൾ വരുന്നുണ്ട്. അതിലേക്ക് പറ്റിയിട്ടുള്ള കൊപ്ര കട്ടർ വരുന്നുണ്ട് ഇവിടെ. അതാണ് നമ്മുടെ ഇവിടെ കുഞ്ഞൻ കൊപ്ര കട്ടർ ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ കുഞ്ഞൻ കൊപ്ര കട്ടർ വരുന്നത്. ഇത് ആള് കുഞ്ഞനാണെങ്കിലും ഇതിന്റെ വർക്ക് അടിപൊളിയാണ്. ഇതിൽ നമുക്ക് ഇതേപോലെ പല സൈസിൽ നമുക്ക് കൊപ്ര കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇവിടെ ഓരോ ഹോൾസ് കാണാം. ഈ ഹോൾസിന്റെ വലുപ്പത്തിൽ നമുക്ക് കൊപ്ര കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അതാണ് നമ്മുടെ ഈ കുഞ്ഞൻ കൊപ്ര കട്ടറിന്റെ പ്രത്യേകത വരുന്നത്. അപ്പൊ നമുക്ക് ഇനി കൊപ്ര കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓയിൽ മില്ലിക്ക് വേണ്ടിയിട്ടുള്ള അടുത്ത മെഷീൻ വരുന്നത് എക്സ്പെല്ലർ ആണ്. അപ്പൊ നമുക്ക് എക്സ്പെല്ലർ എടുത്ത് നോക്കാന്നുള്ളതാണ്. അപ്പൊ ഓയിൽ മില്ലിൽ നമ്മുടെ അടുത്ത മെഷീൻ വരുന്നത് എക്സ്പെല്ലർ ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇവിടെയുള്ള ഏറ്റവും കുഞ്ഞനൊരു എക്സ്പെല്ലർ. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ കുഞ്ഞനൊരു മെഷീനാണ്. നമുക്കൊരു ടേബിൾ ടോപ്പ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു മെഷീനാണ്. ഇതിൽ നമുക്ക് കൊപ്ര ആട്ടി എണ്ണയാക്കാം. അതുപോലെ തന്നെ കടുക്, എള്ള്, ബദാം
അങ്ങനെയുള്ള എല്ലാവിധ സീഡ്സും നമുക്ക് ആട്ടി എണ്ണയ്ക്ക് എടുക്കാനായിട്ട് പറ്റുന്നതാണ് നമ്മുടെ ഈ ഒരു നാനോ എക്സ്പെല്ലറിന്റെ പ്രത്യേകതയായിട്ട് വരുന്നത്. ഇത് നമുക്ക് ഏറ്റവും കുഞ്ഞനൊരു മോഡലാണ്, നമുക്ക് വീട്ടാവശ്യമൊക്കെ ഉപയോഗിക്കാൻ പറ്റിയുള്ള ഏറ്റവും ബേസിക് മോഡലാണ് വരുന്നത്. അപ്പോൾ നിങ്ങളൊരു നല്ല രീതിയിൽ ഓയിൽ മില്ല് റൺ ചെയ്യാനായിട്ട് ആയിരിക്കുന്ന ആളാണെങ്കിൽ അവർക്ക് പറ്റിയുള്ള മെഷീൻസ് വരുന്നുണ്ട്. ഇതിനേക്കാളും കപ്പാസിറ്റി കൂടിയിട്ടുള്ള മെഷീൻസ് വരുന്നുണ്ട്. നമുക്ക് അത് അടുത്തായിട്ട് പരിചയപ്പെടാം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആദ്യം കണ്ടത് ഏറ്റവും കുഞ്ഞനൊരു ബേസ് മോഡലാണ് വീട്ടിലേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളത്. അതിന്റെ തന്നെ കുറച്ചുകൂടി കപ്പാസിറ്റി കൂടിയിട്ടുള്ള ഒരു മോഡലാണ് ഇത് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ മീറ്റർ പാനൽ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനേക്കാളും കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ടുള്ള കപ്പാസിറ്റി വരുന്ന മോട്ടറും കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ് വരുന്നത്. ഇതിൽ നമുക്ക് ചെറിയൊരു എന്താ പറയാ വീട്ടിലേക്കും അതുപോലെ തന്നെ ചെറിയൊരു യൂണിറ്റിലേക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയുള്ള ഏറ്റവും കുഞ്ഞനൊരു മോഡൽ തന്നെയാണ് ഇതും വരുന്നത്. തൊട്ടപ്പുറത്ത് വരുന്നതാണ് ചെറിയ രീതിയിൽ ഓയിൽ മില്ല് റൺ ചെയ്യുന്നവർക്ക് പറ്റിയിട്ടുള്ള അടിപൊളി ഒരു മെഷീനാണ് ഈ ഒരു എക്സ്പെല്ലർ വരുന്നത്. ഇതിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവിധ സാധനങ്ങളും ആട്ടി എണ്ണയ്ക്കാനായിട്ട് പറ്റും. ബദാം അതുപോലെ തന്നെ എള്ള്, കടുക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആട്ടി എണ്ണയ്ക്കാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് പറ്റിയിട്ടുള്ള ഒരു മണിക്കൂറിൽ 25 കിലോ കൊപ്ര ഒരു ആട്ടി എണ്ണയ്ക്കാനായിട്ട് പറ്റുന്ന മോഡലുകൾ നമ്മളോട് അവൈലബിൾ ആയിട്ടുണ്ട്. അത് നമ്മളോട് ഡിസ്പ്ലേക്ക് വെച്ചിട്ടില്ല എന്നുള്ളൂ. അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്ത് കൊടുത്തേക്കാം എന്നുള്ളതാണ്. അതിൽ നിങ്ങൾക്ക് മണിക്കൂറിൽ 25 കിലോ കൊപ്ര ആട്ടി എണ്ണയ്ക്കാനായിട്ട് പറ്റും. ഇതിനേക്കാളും കുറച്ചുകൂടി എളുപ്പം വരുന്നുള്ളതാണ് ആ ഒരു മോഡലിന്. അതും നമ്മുടെ ഈ ഒരു ടൈപ്പ് എക്സ്പെല്ലർ തന്നെയാണ് വരിക. അതിൽ നമുക്ക് നല്ല രീതിയിൽ എണ്ണ പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഓയിൽ മില്ലിക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള മെഷീൻ എക്സ്പെല്ലർ ആണ് വരുന്നത്. ഇത് കഴിഞ്ഞ് നമുക്ക് എണ്ണ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓയിൽ ഫില്ലിംഗ് മെഷീൻസും നമ്മുടെ അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതിന്റെ ഡിസ്പ്ലേക്ക് നമ്മളിപ്പോൾ ഇവിടെ വെച്ചിട്ടില്ല എന്നുള്ളൂ. അതിന്റെ ഫോട്ടോസ് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്ത് കൊടുത്തേക്കാം എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊരു ഓയിൽ മില്ലിക്ക് വേണ്ടിയുള്ള മെഷീൻസ് എല്ലാം തന്നെ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഉണക്കാനായിട്ട് ഡ്രയർ, അതേപോലെ തന്നെ കട്ട് ചെയ്യാനായിട്ട് കൊപ്ര കട്ടർ, അതിന് എണ്ണയായിട്ട് എടുക്കാനായിട്ട് എക്സ്പെല്ലർ, അത് കഴിഞ്ഞ് ഓയിൽ ഫില്ല് ചെയ്യാനായിട്ട് ഓയിൽ ഫില്ലിംഗ് മെഷീൻ. അപ്പോൾ നമ്മുടെ ഓയിൽ മില്ലിന്റെ സെഗ്മെന്റ് കഴിഞ്ഞു. ഇനി അടുത്തത് വരുന്നത് ഫ്ലവർ മില്ലാണ്. നമുക്ക് ഫ്ലവർ മില്ല് മെഷീൻസ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഫ്ലവർ മില്ലിക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ മെഷീൻ വരുന്നത് നമ്മുടെ പൾവറൈസർ ആണ് വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ പൾവറൈസർ വരുന്നത്. പൾവറൈസറിൽ നമുക്ക് പല മോഡലുകൾ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരെണ്ണമാണ് നമ്മൾ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് എല്ലാവിധ സാധനങ്ങളും പൊടിപ്പിക്കാനായിട്ട് പറ്റും. അതിന്റെ ഓരോന്നിന്റെ ബ്ലേഡ് കാര്യങ്ങളൊക്കെ കൂടെ വരുന്നുണ്ട്. ഇപ്പൊ പുട്ടുപൊടിക്കുള്ള പൊടിക്ക് വേണ്ടിയിട്ടുള്ള ബ്ലേഡ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോന്നിനും ഇപ്പൊ ചില്ലിക്കായാലും ഗോതമ്പിനായാലും അങ്ങനെയുള്ളതിന് വേണ്ടിയിട്ടുള്ള ബ്ലേഡുകളാണ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൽ നമുക്ക് പല സൈസിലുള്ള മോട്ടറുകൾ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. 7.5 HP അതുപോലെ തന്നെ 10 HP ഒക്കെ മോട്ടർ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ ബാക്കി പാർട്സും എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ ഇവിടെ പല തരത്തിലുള്ള പൾവറൈസർ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു മോഡലാണ് ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് പൾവറൈസറിനെ പറ്റിയിട്ട് എന്ത് അറിയണമെന്നുണ്ടെങ്കിലും നമ്മളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള കൂടുതലായിട്ട് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തരുന്നതാണ്. പൾവറൈസർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമുക്ക് ഒരു ഫ്ലവർ മില്ലിക്ക് വേണ്ടിയിട്ടുള്ളത് നമ്മുടെ ഡ്രയർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഫ്ലവർ മില്ലിക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് അടുത്ത മെഷീൻ വരുന്നത് ഇവിടെ നമ്മുടെ ഗ്യാസ് റോസ്റ്റർ ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ മെഷീൻ വരുന്നത്. ഇത് നമുക്ക് ഗ്യാസിൽ വർക്ക് ചെയ്യുന്ന ഗ്യാസ് റോസ്റ്റർ ആണ്. ഇത് 2500 വാട്ട്സ് ആണ് ഇതിന്റെ പവർ വേണ്ടത്. ചെറിയൊരു പവർ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ടും കാര്യങ്ങൾക്കും വേണം. ബാക്കി ഫുള്ളായിട്ടും ഗ്യാസിലാണ് ഇത് പ്രവർത്തിക്കുക. ഇത് 15 കിലോയാണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത്. ഇതിന്റെ തന്നെ 25 കിലോ കപ്പാസിറ്റി വരുന്ന മോഡലുകളും നമ്മുടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഡിസ്പ്ലേക്ക് 15 കിലോന്റെയാണ് വെച്ചിട്ടുള്ളത്. തൊട്ടപ്പുറത്ത് ഇതിന്റെ തന്നെ നമുക്ക് ഇലക്ട്രിക്കൽ വരുന്ന ഗ്യാസ് റോസ്റ്റർ വരുന്നുണ്ട്. ഇത് ഫുള്ളി ഇലക്ട്രിക് ആണ് വർക്ക് ചെയ്യുക. ഇതിലും 2500 വാട്ട്സ് ആണ് വരിക. ഇതും 15 കിലോ കപ്പാസിറ്റിയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇതിന്റെ തന്നെ 25 കിലോ കപ്പാസിറ്റി നമ്മുടെ അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്ലവർ മില്ലിക്ക് വേണ്ടിയുള്ള നമുക്ക് ഡ്രയർ കണ്ടു, അതുപോലെ പൾവറൈസർ കണ്ടു, റോസ്റ്റർ മെഷീനുകൾ കണ്ടു. ഇനി നമുക്ക് ഇതൊക്കെ ഔട്ട്പുട്ട് ഇപ്പൊ ഒരു മുളക് പൊടി ആണെങ്കിൽ മുളക് പൊടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് പാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പാക്കിംഗ് മെഷീൻസ് നമ്മുടെ അവിടെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ബേസിക് പാക്കിംഗ് ആയിട്ടുള്ള ഹാൻഡ് സീലേഴ്സ് ആണ് ഇവിടെ വരുന്നത്. ഇത് പല സൈസിലുള്ള ഹാൻഡ് സീലേഴ്സ് നല്ല ക്വാളിറ്റിയിലുള്ളത് നമ്മുടെ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏത് സൈസിലുള്ള ഹാൻഡ് സീലേഴ്സ് വേണമെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഒരുപാടുണ്ട്. അപ്പൊ ഞാൻ ഓരോന്നായിട്ട് പറയുന്നില്ല, ഒരുപാട് ഹാൻഡ് സീലേഴ്സ് ഉണ്ട്. എല്ലാം നല്ല ക്വാളിറ്റിയിലുള്ളതാണ്. ഇനി ഒന്നുകൂടി നല്ല ക്വാളിറ്റിയിൽ പാക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാൻഡ് സീലേഴ്സ് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഒന്നുകൂടി നല്ല ക്വാളിറ്റിയിൽ പാക്ക് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ബാൻഡ് സീലേഴ്സ് വരുന്നുണ്ട്. ഇത് വെർട്ടിക്കൽ ബാൻഡ് സീലറും ഇത് ഹൊറിസോണ്ടൽ ബാൻഡ് സീലർ എന്നാണ് പറയാം. ഇതിൽ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ പാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതൊക്കെ നല്ല ക്വാളിറ്റിയിൽ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതേപോലെ നല്ല രീതിയിൽ സീൽ ചെയ്തെടുക്കാനായിട്ട് ഈസി ആയിട്ട് പറ്റുന്ന ഒരു മെഷീനാണിത്. ഇത് വെർട്ടിക്കൽ ബാൻഡ് സീലർ ആണ്. ഇതിൽ നമുക്കിങ്ങനെ നേരെ നിർത്തിക്കൊണ്ട് നമുക്ക് ഇതിൽ പാക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് ഇതിന് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിൽ പാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് അച്ചാറ് സംഭവങ്ങളൊക്കെ ഈസി ആയിട്ട് പാക്ക് ചെയ്യുന്നതാണ്. ഒരു ലീക്കേജോ കാര്യങ്ങളോ വരാതെ നല്ല ക്വാളിറ്റിയിൽ പാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരു കുടുംബശ്രീ യൂണിറ്റ് ഒക്കെ നടത്തുന്ന അമ്മമാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഏറ്റവും അടിപൊളി ഒരു പാക്കിംഗ് മെഷീനാണ് നമ്മുടെ വെർട്ടിക്കൽ ബാൻഡ് സീലർ വരുന്നത്. ഇത് വരുന്നത് സെയിം മെഷീൻ തന്നെയാണ്. ഇത് ഹൊറിസോണ്ടൽ ആയിട്ടാണ്. നമുക്കിങ്ങനെ കെടുത്തിയിട്ടായിരിക്കും പാക്കിങ് വരിക. ഇതിൽ നമുക്ക് അച്ചാർ സാധനങ്ങളൊന്നും പാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അച്ചാറൊക്കെ പാക്ക് ചെയ്യുകയാണെങ്കിൽ ലീക്ക് ആവാൻ ചാൻസ് ഉണ്ട്.
അച്ചാർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നിങ്ങൾ പാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെർട്ടിക്കൽ പാൻസിലർ എടുക്കുകയാണ് നല്ലത്. നല്ല ക്വാളിറ്റിയിൽ നമുക്ക് പാക്ക് ചെയ്തെടുക്കണമെങ്കിൽ അടിപൊളി പാക്കിംഗ് മെഷീനാണ് ഈ 2 പാക്കിംഗ് മെഷീൻ വരുന്നത്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി വേറെ തരത്തിലുള്ള പാക്കിംഗ് മെഷീൻസ്, ഇപ്പോൾ വാക്യൂം പാക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ക്യാഷനായിട്ട് സംഭവമൊക്കെ എയർ സക്ക് ചെയ്തുകൊണ്ട് പാക്ക് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ്. അങ്ങനത്തെ വാക്യൂം പാക്കിംഗ് അങ്ങനത്തെ മെഷീൻസ് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ മെഷീനെ കോൺടാക്ട് ചെയ്യാം. നമ്മളുടെ സ്റ്റോക്ക് ഇപ്പോൾ നമ്മുടെ ഡിസ്പ്ലേക്ക് ഇവിടെ വെച്ചിട്ടില്ല വാക്യൂം പാക്കിംഗ് മെഷീൻ ഒന്നും, അതും നമ്മുടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ തന്നെ നൈട്രജൻ ഫില്ലിങ് വരുന്ന പാക്കിങ്ങും എല്ലാം തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് പാക്കിംഗ് മെഷീൻസ് എന്ത് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ മെഷീനെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു ഓയിൽ മില്ലിക്കുള്ള മെഷീൻ കഴിഞ്ഞു, ഫ്ലവർ മില്ലിക്കുള്ളത് കഴിഞ്ഞു. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ പാക്കിങ്ങിന്റെ മെഷീൻസും കണ്ടു കഴിഞ്ഞു. അപ്പോൾ പാക്കിങ്ങിലേക്ക് ഈ ഒരു മെഷീൻസ് മാത്രമല്ല, നിങ്ങൾക്ക് എന്ത് മെഷീൻസ് വേണമെന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് അത് അറേഞ്ച് ചെയ്ത് തരാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിവിടെ കുറച്ച് 1-2 മെഷീൻസ് വേറെ വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് ജസ്റ്റ് പരിചയപ്പെടുത്തി തരാം. പിന്നെ നമ്മുടെ അടുത്ത മെഷീൻ വരുന്നത് കോക്കനട്ട് സ്ക്രാപ്പറാണ്. ഇതാണ് നമ്മുടെ മെഷീൻ വരുന്നത്, തേങ്ങ ചെരുകുന്ന മെഷീനാണ്. ഈ ഒരു സംഭവം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് തേങ്ങ ചെരുക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇത് വെറുതെ ഓണാക്കിയിട്ട് തേങ്ങ വെറുതെ ഇവിടെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നല്ല രീതിയിൽ തേങ്ങ ഈസി ആയിട്ട് ചെരുക്കി എടുക്കാനായിട്ട് പറ്റും. ഇത് നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഹോട്ടലിലേക്കും അതുപോലെ തന്നെ കാറ്ററിംഗ് ഉള്ളിലേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പല കപ്പാസിറ്റിയിലുള്ള കോക്കനട്ട് സ്ക്രാപ്പർ നമ്മുടെ മെഷീൻ അവൈലബിൾ ആയിട്ടുണ്ട്. തേങ്ങ ചെരുകാനായിട്ട് മെഷീൻ വേണമെന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. കോക്കനട്ട് സ്ക്രാപ്പറും പല സൈസിലുള്ളത് പല കപ്പാസിറ്റി ഉള്ളത് അവൈലബിൾ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മെഷീൻ വരുന്നത് വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന മെഷീനാണ്. നമ്മൾ വീട്ടിലേക്കും അതുപോലെ തന്നെ ഹോട്ടലിലേക്കൊക്കെ പറ്റിയുള്ള അടിപൊളി ഒരു മെഷീനാണ് വെജിറ്റബിൾ കട്ടർ. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ അടുത്ത മെഷീനാണ് വരുന്നത് വെജിറ്റബിൾ കട്ടറാണ്. ഇതാണ് നമ്മുടെ മെഷീൻ വരുന്നത്. ഇതിൽ നമുക്ക് ഈസി ആയിട്ട് വെജിറ്റബിൾസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ സലാഡിലേക്കും അതുപോലെ തന്നെ കറികളിലേക്കൊക്കെ വേണ്ടിയിട്ട് പച്ചക്കറി കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ഈ ഒരു സംഭവം കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എത്ര ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലും ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് പല സൈസിൽ സ്ലൈസ് ചെയ്തിട്ടും അതുപോലെ തന്നെ ക്യൂബായിട്ടൊക്കെ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പല സൈസിലുള്ള ബ്ലേഡുകൾ നമുക്കിതിൽ വരുന്നുണ്ട്. അപ്പോൾ വെജിറ്റബിൾ കട്ടറും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ എന്ത് മെഷീൻസ് വേണമെന്നുണ്ടെങ്കിലും ഓയിൽ മില്ല്, ഫ്ലവർ മില്ല്, പാക്കിംഗ് മെഷീൻസ്, കോക്കനട്ട് സ്ക്രാപ്പർ, അതുപോലെ തന്നെ വെജിറ്റബിൾ കട്ടർ, അങ്ങനെ എന്ത് മെഷീൻസ് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ മെഷീനെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മരത്താക്കരയാണ്. മരത്താക്കര സിഗ്നലിന്റെ അടുത്ത് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ലൊക്കേഷൻ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് മെഷീൻസ് വേണമെന്നുണ്ടെങ്കിലും നമ്മളെ വിളിച്ച് കോൺടാക്ട് ചെയ്യുന്നതാണ്. കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വരുന്നത്. അപ്പൊ അടുത്ത നല്ല വീഡിയോ കാണുന്നവരിക്കും ബൈ.